നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗൗരവകരമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. CPM-ലെ 3 ഉന്നത പ്രാദേശിക നേതാക്കളുടെ അറസ്റ്റോടെ പുറത്തുവന്ന വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് കേവലം ഒരു മോഷണത്തിലല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒരു വലിയ വൻ കൊള്ളയിലേക്കാണ്. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ സംഘടനാ സംവിധാനം പരിശോധിച്ചാൽ പാർട്ടിയിലെ അണികളോ പ്രാദേശിക നേതാക്കളോ ഉന്നത നേതൃത്വത്തിൻ്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ ഇത്തരമൊരു മുതിരില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ അവരുടെ മുകളിലുള്ള ഉന്നതരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പാർട്ടിയുടെ കർശനമായ അച്ചടക്ക രീതികൾ പരിഗണിക്കുമ്പോൾ നേതൃത്വത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഇത്രയും വലിയൊരു അഴിമതി നടക്കില്ലെന്ന് ബോധ്യപ്പെട്ട അന്വേഷണ സംഘം അന്വേഷണം മുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുള്ള SIT-യുടെ നീക്കങ്ങൾ ഈ കേസിലെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ കടകംപള്ളി നൽകിയ മൊഴികളിൽ വലിയ തോതിലുള്ള അവ്യക്തതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹം പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കുകയും വ്യക്തമായ ഉത്തരങ്ങൾ നൽകാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്തത് സംശയങ്ങളേറെ ബലപ്പെടുത്തുന്നു. സ്വർണം കട്ടവൻ എന്ന ആക്ഷേപം തന്നെ വേദനിപ്പിച്ചുവെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ അദ്ദേഹം ശുപാർശ ചെയ്തതിൻ്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിയായിരിക്കെ തനിക്ക് മുന്നിൽ വന്ന അപേക്ഷയിൽ പോറ്റിക്ക് സഹായം നൽകണമെന്ന് അദ്ദേഹം എഴുതിയത് വെറും സാധാരണ നടപടിക്രമം മാത്രമാണോ അതോ പ്രത്യേക പരിഗണനയുടെ ഭാഗമാണോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലയളവിൽ 2017-19 കാലയളവിൽ നടത്തിയ 12 വിദേശ യാത്രകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച SIT അവയും ഈ സ്വർണ്ണ കവർച്ചയുമായൊക്കെ ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇതിൽ 2 തവണ UAE സന്ദർശിച്ചതും അമേരിക്ക, വത്തിക്കാൻ എന്നിവിടങ്ങളിലെ യാത്രകളും സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നുവെന്നത് അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, കസാഖിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുടെ സാമ്പത്തിക സ്രോതസ്സും ലക്ഷ്യവും ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണ്ണ കവർച്ചയിലൂടെ ലഭിച്ച പണം വിദേശത്ത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ ഈ യാത്രകളുടെ വിശദ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ പദ്ധതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച പുതിയ തെളിവുകൾ കടകംപള്ളിക്ക് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയായി മാറുന്നതായിരിക്കും. പ്രതിയായ പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം നടത്തിയ ദുരൂഹമായ പ്രസ്താവനകൾ കേസിൽ പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായേക്കാം. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ തന്നെ താൻ ദൈവതുല്യനായി കരുതിയവർ പോലും ശബന്തിനികളല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ വാക്കുകൾ വേദനയിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്നും ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. തനിക്ക് സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് നൽകിയ ഉന്നതർ തന്നെ കൈവിട്ടതിലുള്ള പ്രതിഷേധമാവാം ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ. വരും ആഴ്ചകളിൽ പത്മകുമാറിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം തെളിയുമെന്നും ഇതിലൂടെ കൂടുതൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ കുടുങ്ങുമെന്നുമാണ് സൂചന. പ്രതികളുടെ ഇത്തരം മൊഴികൾ കോർത്തിണക്കി കൊള്ളയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് SIT 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സമർപ്പിച്ച ഈ അപേക്ഷ ഉടൻ തന്നെ അനുവദിക്കപ്പെടാനാണ് സാധ്യത. സ്വർണ്ണ കവർച്ചയുടെ ശൃംഖല അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒന്നായതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡി മണി എന്നറിയപ്പെടുന്ന ഡിണ്ടിഗൽ മണിയെ ചോദ്യം ചെയ്തെങ്കിലും ഇയാളുടെ പങ്ക് തെളിയിക്കാൻ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ അത്യാവശ്യമാണ്. ഒന്നിലധികം ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്ന ഇയാൾ കള്ളക്കടത്ത് അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാൻ അതിവിദഗ്ധമായിട്ടുള്ള രീതിയിലാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഇയാളുടെ സമീപകാലത്തെ അസ്വാഭാവികമായ സാമ്പത്തിക വളർച്ചയും ശബരിമല കൊള്ളയിൽ നിന്നുള്ള പണമാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണ്ണ കവർച്ചയുടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ കസ്റ്റഡി റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനായിട്ട് നൽകിയ ലോഹപാളികളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണം പണിക്കൂലി എന്ന നിലയിൽ കൈവശം വെച്ചതായി കണ്ടെത്തലുണ്ട്. ഇതിൽ 199.243 ഗ്രാം സ്വർണം കമ്പനി ഉടമ പങ്കജ് ഭണ്ഡാരിയും 474.96 ഗ്രാം സ്വർണം ഗോവർദ്ധനും ഇതിനോടകം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കവർച്ച ചെയ്യപ്പെട്ട മൊത്തം സ്വർണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്നാണ് സംശയിക്കുന്നത്. സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യവും അളവും സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയവരെ കണ്ടെത്തുകയാണ് SIT-യുടെ അടുത്ത ലക്ഷ്യം. അന്വേഷണ പരിധിയിൽ പ്രതിപക്ഷ നേതാക്കളെയും ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാൻ അടൂർ പ്രകാശ് MP-യെ ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം നൽകിയിട്ടില്ല. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയും ഡി മണിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ പരിശോധനയിലാണ്. പല ഉന്നതരും ഈ കേസിൽ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ
അന്വേഷണം നിഷ്പക്ഷമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയാണ്. ഓരോ ദിവസവും പുതിയ പ്രതികളും പുതിയ തെളിവുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് ഈ കേസിന്റെ വ്യാപ്തി അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഈ സ്വർണ്ണ കവർച്ച കേസ് അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തർ സമർപ്പിച്ച സ്വർണം ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടത് സഹിക്കാനാവില്ലെന്നാണ് ഭക്തജനങ്ങളുടെയൊക്കെ തന്നെ നിലപാട്. ഈശ്വരവിശ്വാസമില്ലാത്ത രാഷ്ട്രീയ നേതാക്കളെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തും ശബരിമലയുടെ കമ്മിറ്റികളിലുമൊക്കെ തന്നെ അവരോധിക്കുന്നത് ഇത്തരം കൊള്ളകൾക്ക് കാരണമാകുന്നുവെന്ന വിമർശനം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുന്നത്. ശബരിമലയിൽ സ്ത്രീപ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ വിരുദ്ധ നിലപാടൊക്കെ സ്വീകരിച്ച പാർട്ടിയുടെ അണികൾ തന്നെ ഇത്തരം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ബിനാമി അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളും സ്വർണ്ണക്കടത്ത് ശൃംഖലയും പൂർണ്ണമായും തകർത്ത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ കണക്കുകൾ സുതാര്യമാക്കണമെന്ന് അയ്യപ്പ ഭക്തരും പൊതുജനങ്ങളും ആവശ്യപ്പെടുകയാണ്.